സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ, വിവിധ അനുഗ്രഹങ്ങൾ നന്മകൾ നിറയ്ക്കട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവത്തിൻ്റെ ആ കൃപ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. ഞാനിന്ന് പറയാൻ പോകുന്നത് 95-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ്. വരുവിൻ നാം യഹോവയെ കുറിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ ഭാരയ്ക്ക് ആർപ്പെടുക. പാർപ്പിടേണ്ട ആർക്ക് വേണ്ടി? നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ ആർപ്പിടണം. ഉച്ചത്തിൽ ഹല്ലേലൂയ പറയണം, സ്തോത്രം പറയണം. സന്തോഷിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ദൈവം. നാം സ്തോത്രത്തോടെ അവന് സതിച്ചിരുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നൊന്ന് കൈയടിച്ച് പാടി ആരാധിച്ച് നോക്കിക്കേ. അന്നേ ദിവസം എത്രയോ സന്തോഷമാണെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ. യഹോവ ആരാണ്? യഹോവ മഹാദൈവമാണ്. അവൻ സകല മേതെ മഹാരാജാവായിട്ടുള്ളതാണ്. രാജാതി രാജാവും കർത്താതി കർത്താവുമാണ് നമ്മുടെ ദൈവം. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു. ഭൂമിയെ നിർമ്മിച്ചതും ഭൂമണ്ഡലങ്ങൾ നിർമ്മിച്ചതും എല്ലാം അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ദൈവം. പർവ്വതങ്ങളുടെ ശീലങ്ങൾ അവനുള്ളത്, സമുദ്രം അവനുള്ളത്, സമുദ്രത്തെ ആഴികൾ എല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവീൻ നാം മടങ്ങി നമസ്കരിക്കുക. അപ്പോൾ ഇതെല്ലാം തന്ന ദൈവത്തെ നമ്മൾ നമസ്കരിച്ച് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിന് എന്നാ അനുഗ്രഹമാണെന്നറിയാമോ? അവൻ നമ്മുടെ ദൈവമാണ്. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ദൈവമാണ്, രാജാതി രാജാവാണ്, രക്ഷകനാണ്, ദയാലുവാണ്, കൃപയുള്ളവനാണ്. അതുകൊണ്ട് നാം അവൻ മേയ്ക്കുന്ന ജനവും. നമ്മൾ ദൈവത്തിൻ്റെ ആടുകളാണ്. ഒരു ഇടയൻ തൻ്റെ ആടുകളെ ഇങ്ങനെ മേയിച്ചുകൊണ്ട് പോവുകയല്ലേ? എന്നാൽ നമ്മുടെ ഇടയൻ ആരാണ്? നമ്മുടെ ദൈവമാണ്. അവൻ്റെ കൈകളിൽ ആടുണ്ട്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മിരീബിയയിലെ പോലെ, മരുഭൂമിയിലെ മസ്സനാടിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവം മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് ഓരോ ദിവസവും യാത്ര ചെയ്യണം. അതായത് അവിടെ വെച്ച് 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്ന്. അപ്പോൾ ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ വഴികൾ അറിഞ്ഞിട്ടില്ലാത്തതെന്ന് ഞാൻ അറിഞ്ഞു, ആകിയാൽ അവർ എൻ്റെ സ്വസ്ഥതയെ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അപ്പം ആദ്യം പറയുന്നത് എന്നാ? വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. യഹോവയ്ക്ക് ആർക്കാ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ? യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. അവൻ്റെ സന്നിധി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. അവൻ്റെ ആ കൃപ, കരുണ, ദയ എല്ലാം നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തും. ഉറപ്പുള്ള പാറമയെ സ്ഥിരപ്പെടുത്തും. നമ്മുടെ ഗമനത്തെ ആഗമനത്തെ അറിയാവുന്ന ആളാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഈ യാത്രയിൽ, നമ്മുടെ ഓരോ യാത്രയിലും കൂടിയിരുന്ന് നമ്മളെ വഴി നടത്താനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധി കടന്നു പോവുകയൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോകാൻ നിങ്ങളുടെ ജീവിതയാത്രയിൽ ആത്മീയതയിൽ ഭൗതികതയിലുള്ള എല്ലാ കാര്യങ്ങളിലും അവൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകിക്കൊടുത്ത് ജീവിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജയത്തോടെ രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും എല്ലാം താങ്ങായിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അവൻ്റെ മുമ്പിൽ ആർപ്പിടുക, മുട്ടുകുത്തുക. സന്തോഷത്തോടുകൂടി ആത്മീയ സന്തോഷത്താൽ നിറഞ്ഞ് എല്ലാവരും മുമ്പോട്ട് പോവുക. ഭൗതികമായി നമുക്ക് തരാനുള്ളത് അതാത് സമയത്ത് ദൈവം നമ്പരാൻ നമുക്ക് നൽകി തന്നോളും. നമ്മുടെ ആയുസ്സിനെ പിടിച്ചു നിർത്താൻ, ആരോഗ്യത്തെ എല്ലാം പിടിച്ച് നിർത്തിത്തരാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ എത്ര നാൾ ഭൂമിയിൽ ജീവിക്കും, എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തെ സമർപ്പിച്ച് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ കൃപകളാൽ എല്ലാവരും ദൈവം നിറയ്ക്കട്ടെ. ഈ മെസ്സേജ് കേൾക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.